ഞാൻ മുൻപേ നിങ്ങളോട് ഉണർത്തിയ ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും നൂറെ ഹബീബല്ല. അവിടുന്ന് സ്ഫുരണം ചെയ്യുന്നത് ഇരുട്ട് മാത്രമാണ്. ആ മജ്ലിസിൽ പോയി ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് നന്മയാണ് കിട്ടിയത് സഹോദരങ്ങളെ. ഒരു വേള ഈ നൂറെ ഹബീബ് സദസ്സിൽ പോയി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കണം. ഒരു മാസം നിങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു നന്മ, അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നന്മ നിങ്ങളാ നേതൃത്വം എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇത് നൂറെ ഹബീബല്ല, ഇത് ഇരുട്ടിൻ്റെ മജ്ലിസാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീക്കായൊരു വോയിസ് നിങ്ങൾ കേട്ടില്ലായിരുന്നു? ഒന്ന് കേട്ടു നോക്കിയേ. മാരകമായ നിങ്ങൾ തടിക്ക് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ സിഹറ് നിങ്ങൾ ഇല്ലാതെയാകണം. അത് മറ്റൊരു ചെയ്തൊന്നും പറയണ്ട. അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറുപ്പ്യ വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോഹത്തിന്റെ തകിട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ഒരു എന്താണ് ഈ ചങ്ങാതിനൊക്കെ ചെയ്യേണ്ടത്? ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. താൽക്കാലികമായിട്ട് മൂപ്പര് സിഹർ ബാത്തിലാക്കുകയാണെങ്കിൽ 3 ചില്ലറ വരും. പഞ്ചലോഹത്തിൻ്റെ തകിടിൽ ചെയ്യുകയാണെങ്കിൽ 7000 ചില്ലറ വരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു സഹോദരിക്ക് അദ്ദേഹം അയച്ച ഒരു വോയിസാണ്. ഇപ്പോൾ അത് AI വോയിസ് ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അത് AI വോയിസ് ആണെങ്കിൽ, നിങ്ങളുടെ പേരിൽ വ്യാജമായി ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സൈബർ പോലീസിൽ നിങ്ങൾ പരാതി കൊടുക്കണം. പിടിക്കട്ടെ, ആരാണ് നിങ്ങളുടെ പേരിൽ അങ്ങനെ കള്ള വോയിസ് ഉണ്ടാക്കിയത്? അത് തെളിയട്ടെ. അതല്ലേ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇത് കൃത്യമായിട്ട് ബുദ്ധിയുള്ള ചോറ് തിന്നുന്ന ഏത് മനുഷ്യനും മനസ്സിലാവില്ല ഇത് നിങ്ങളുടെ വോയിസ് തന്നെയാണെന്ന്. ഇതെന്തേ സിഹർ ബാത്തിലാക്കാൻ? ഞാൻ ചോദിക്കട്ടെ, സിഹർ ബാത്തിലാക്കാൻ എന്താണ് താങ്കളുടെ ക്വാളിഫിക്കേഷൻ? എന്താണ് താങ്കൾ അഭിഷേകമായി പഠിച്ചത്? എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ? അതെങ്കിലും താങ്കൾക്ക് ബോധ്യമുണ്ടോ സഹോദര? ഇത് യഥാർത്ഥത്തിൽ ചൂഷണമല്ലേ? ആയിക്കോട്ടെ, തങ്ങളാണ് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പറയാം, എൻ്റെ പ്രിയപ്പെട്ട തങ്ങളെ, അങ്ങീ ചെയ്യുന്നത് ചൂഷണമല്ലേ? ഉമ്മത്തിനെ പറ്റിക്കുന്നതല്ലേ? ഈ പൈസ ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചാൽ ശരീരത്ത് പിടിക്കോ തങ്ങളെ? യത്തീം കുട്ടികളെ സഹായിക്കുന്നുണ്ട് എന്നാണ്. അതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രമാണെന്ന് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവൂലേ? താങ്കളുടെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല. അങ്ങനെ മാന്യമായി യത്തീം കുട്ടികളെ പരിപാലിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇവിടെ തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, തങ്ങളുടെ കച്ചവടം നടക്കണം. ഒരുപാട് മനുഷ്യന്മാരിവിടെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മൂടുപടമാണ് യഥാർത്ഥത്തിൽ യത്തീം കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് ഈ കാണുന്ന ഡയലോഗുകളൊക്കെ അടിക്കുന്നത്. ഇങ്ങനെ ഒരു സദസ്സിൽ നിന്ന് എന്ത് ആത്മീയതയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്? സ്വലാത്ത് നല്ലതാണ് ഇല്ലേ? പ്രത്യേകിച്ച് സ്വലാത്തുൽ ഫാത്തിഹ. കുറേ പേര് സ്വലാത്തുൽ ഫാത്തിഹ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ വളരെ നല്ലതാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ധാരാളം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ, അതിന് ഫലം ഉണ്ടാവും. അല്ലാതെ ഇവരുടെ കച്ചവടം പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ ഫضല് പറയാൻ വരുന്നവരുണ്ടോ? ഫضല് പറയാൻ ഇങ്ങനൊരു ഫضല് പറയിപ്പിച്ച് കച്ചവടം പൊടിപ്പിക്കുന്ന ഒരു സംഗതി, അയ്യയ്യേ എത്രമേൽ മോശമാണത്. ഇങ്ങനെ ഡെയിലി കൊണ്ടുവന്ന് അന്യ പെണ്ണുങ്ങളെയൊക്കെ നിർത്തിയിട്ട് ഫضല് പറഞ്ഞോ, താത്ത ഫضല് പറയട്ടെ. ഒരു ഫضല് പറച്ചിലുകാർ, ശുഹദാക്കളെ കണ്ട താത്തായൊക്കെ വരുന്നുണ്ട് ഫضല് പറയാനായിട്ട്. എത്രയാ മക്കളെ നിങ്ങളുടെ കമ്മീഷനൊക്കെ? സ്വലാത്ത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാവും. പ്രത്യേകിച്ച് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളത് ചൊല്ലിക്കോ. ചിലപ്പോൾ അത് ചൊല്ലിയത് കൊണ്ട് അള്ളാഹു അവൻ്റെ അനുഗ്രഹം വാരിക്കുരിഞ്ഞ് തന്നേക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല അല്ലേ? കാരണം അദ്ദേഹത്തിൽ ആ പറയുന്ന ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് വിഷയമൊന്നുമല്ല കേട്ടോ. അദ്ദേഹം നല്ലൊരു സയ്യിദാണ്, ഓക്കെ, അൽഹംദുലില്ലാ. സയ്യിദായിക്കോട്ടെ, സയ്യിദല്ലാതിരിക്കട്ടെ. അദ്ദേഹം മാന്യമായി നല്ല നിലക്ക് സ്വലാത്തൊക്കെ നടത്തുന്നു, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, ഇത്തരം അവിവേകങ്ങൾ വിളിച്ചു പറയുന്നില്ല. ഓക്കെ, അൽഹംദുലില്ലാ, സന്തോഷമാണ്. ജനങ്ങളെ പറ്റിക്കുന്നില്ല, അൽഹംദുലില്ലാ, സന്തോഷമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഓരോരോ ജഹാലത്ത് ഇങ്ങനെ വിളിച്ചു പറയുക, ജനങ്ങളെ വഴിപിഴപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, തങ്ങളായാലും തങ്ങളല്ലെങ്കിലും ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയല്ലേ? ഇനിയിപ്പോൾ തങ്ങളായതുകൊണ്ട് വല്ല കാര്യമുണ്ടോ തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ? സയ്യിദന്മാരൊക്കെ ആദരിക്കണം, വേണ്ടാന്നല്ല. പക്ഷെ തങ്ങളായതുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിന് എന്ത് ഇളവാണുള്ളത്? ഫാത്തിമ എൻ്റെ മോളാണ് മോഷ്ടിക്കുന്നതെങ്കിലും ആ കൈ ഞാൻ വെട്ടു എന്ന് പറഞ്ഞതാരാ? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൻ്റെ നേതാവായി ചമഞ്ഞ് നടക്കുമ്പോൾ
അവരിൽ നിന്ന് കാണുന്ന ഒരു സ്വഭാവത്തെ സാധാരണക്കാരായ ആളുകൾ ജീവിതത്തിൽ പകർത്തൂലേ? അപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയല്ലേ ഉണ്ടാകേണ്ടത്? ഇൽമില്ലെങ്കിൽ അതുപോലെ നിൽക്കണം. വിവരക്കേടുകൾ വിളിച്ചു പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ താങ്കൾ പറയാം, എനിക്കങ്ങനെ വലിയ ഇൽമൊന്നുമില്ല, നമുക്ക് സ്വലാത്തിയല്ല പിരിയ, ദ്വാരക്ക പിരിയ, അൽഹംദുലില്ലാ, ഓക്കെ, നിങ്ങൾ സ്വലാത്തി ഇല്ലിക്കോ ദ്വാരന്ന് പിരിഞ്ഞോ, ആർക്കാണ് പ്രശ്നം? പക്ഷേ അറിവില്ലാത്ത വിഷയങ്ങളിൽ ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയരുത്. പ്രത്യേകിച്ച് സിഹർ ബാത്തിലാക്കാനിരിക്കുന്ന ഒരു 100%-ൽ 98% പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്ന കള്ളന്മാർ ഒരുപാട് പേരുണ്ട്. നല്ല മനുഷ്യന്മാരുണ്ടില്ല എന്നല്ല, പൈസയ്ക്ക് വേണ്ടി ജനങ്ങളെ പറ്റിക്കാനിരിക്കുന്ന ഈ നൂറെ ഹബീബ് ചങ്ങാതിയെ പോലെ. ഇത് ഇരുട്ടെ ഹബീബാണ്, നൂറെ ഹബീബല്ല, ഇരുട്ടാണ് ഇവിടെ നിന്ന് കിട്ടുക. താൽക്കാലികമായിട്ട് സിഹർ ബാത്തിലാക്കാൻ 3 ചില്ലറയും അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മരിച്ചു എന്നാണ് പറയണത്. ഒരു മനുഷ്യനോട് അല്ലേ ഈമാനുള്ളൊരുത്തം പറയോ? ഈ മരണവും ജീവിതമൊക്കെ അള്ള കളാക്കിയതല്ലേ? അള്ള കളാക്കിയതല്ലേ? നിങ്ങൾ സിഹർ ബാത്തിലാക്കി കഴിഞ്ഞാൽ അള്ള കണക്കാക്കിയതിൻ്റെ അപ്പുറം അവർ ജീവിക്കുമോ? എങ്ങനെ പറയാൻ തോന്നുന്നു മനുഷ്യ ഇതൊക്കെ? ഇത് മുഴുവനായിട്ട് ബാത്തിലാക്കണമെങ്കിൽ 7000 ചില്ലാണ് കൊടുക്കുന്നത്. അത് പഞ്ചലോഹത്തിൻ്റെ തകടിൽ ചെയ്യണം, അപ്പോഴാണ് സിഹർ ബാത്തിലാവുള്ളൂ. പഞ്ചലോഹം മാറ്റി വെച്ചാൽ സിഹറിനങ്ങോട് പറ്റില്ല, കുറച്ച് നാളത്തേക്ക് സിഹറങ്ങൾ മാറിക്കൊള്ളൂ. ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നതിന് ഒരു പരിധിയില്ല സഹോദര. കുറേ മൗലവിമാർ ഇറങ്ങിയിട്ടുണ്ട്, കുറേ മൊയ്ലിയാക്കന്മാർ താടിയും തലപ്പാവൊക്കെ ഉണ്ട്, ന്യായീകരിക്കുകയാണെന്ന് മഹാനായ തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ അദ്ദേഹത്തിൽ കണ്ട മഹത്വം? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ ഈ മഹാന്മാരെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ പറയുന്നൊരു വാക്കാണല്ലോ ഈ മഹാന്മാരെന്നൊക്കെ അല്ലേ? ആ മഹാൻ എന്ന പദവി കൊണ്ടുപോയി നമ്മളതിന് ആപ്റ്റല്ലാത്ത ഒരാളിലേക്ക് ചാർത്തി കൊടുക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകും. അതിൻ്റെയൊക്കെ കണക്കല്ലാരോട് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾക്ക് ചിലപ്പോൾ 1000-കണക്കിന് രൂപ അദ്ദേഹം ശമ്പളവും അല്ലെങ്കിൽ കിമ്പളമൊക്കെ ആയിട്ട് തരുന്നുണ്ടാവും. അതിന് ജനങ്ങളിങ്ങനെ ലലാലത്തിലേക്ക് വഴി നടത്തേണ്ടതുണ്ടോ മുസ്ലിയാക്കന്മാരെ? അള്ളാൻ്റെ മുമ്പിൽ കണക്ക് പറയണ്ടേ? അപ്പോൾ ഈ തട്ടിപ്പ് ഈ കാലഘട്ടത്തിൽ കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച സഹോദരി ആരാണോ അവർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഏതായാലും ഈമാൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ ചങ്ങാതിമാരെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.